ഓക്കെ മോനെ അഭിനവ്, ഒന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും. പേരെന്താണ്, വീട് എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ മോനെ. വേഗം പറയൂ. ലിസൺ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള പുതിയ ആളുടെ പേര് അഭിനവ് എന്നാണ് അല്ലേ? അഭിനവ് എന്നാണ് പേര്. അഭിനവിന്റെ വീട് എവിടെയാണ് അഭിനവ്? പുളിങ്ങോം ആണല്ലേ? ഓക്കെ, അഭിനവ് ഫ്രം പുളിങ്ങോം അല്ലേ? അവർ ന്യൂ ഫ്രണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ആരാണ് അഭിനവിന് വേണ്ടി നന്നായിട്ടൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക? അഭിനവ് നോക്കുക, ഒരാള് നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മള് എന്ത് വേണം? നമ്മളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലേ? അഭിനവ് കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് എന്താണ്, നമ്മൾ അത് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഉണ്ടാവാൻ പറ്റിയില്ല അല്ലേ? എന്നാലും സാരമില്ല. ഇപ്പോ നമുക്ക് വേണ്ടി ഇതാ ഹൈജോ പറയാ അവൻ ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ ഹൈജോ, അൺമ്യൂട്ട് ചെയ്ത് മോനെ. Okay. I am Angel Felix. Okay. I am 4 years old. I go to Toilet English School. I live in Padichal. Okay, very good. Okay, like this. ഇതുപോലെ എന്ത് ചെയ്യണം? നമ്മള് എല്ലാവരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? ജസ്റ്റ് ലൈക്ക് ദിസ്. ഹൈജോ ചെയ്തത് എല്ലാവരും കണ്ടു അല്ലേ? അഭിനവ് അതുപോലെ നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോനെ. I am Abhinav S. Jacob. I am 4 years old. I go to Truelight English School. I live in Pulingom. Okay, അത്രയാണ് പറയേണ്ടത് അഭിനവ്. മോന്റെ പേര്, വയസ്സ്, സ്കൂള്, പിന്നെന്താണ്? Place. Okay. Where are you from? Abhinav, what's your name? ഒന്ന് പറഞ്ഞ മോനെ എല്ലാവർക്കും. I am Abhinav S. Jacob. ഒന്ന് പറഞ്ഞു കൊടുത്തേ അഭിനവ്. Good boy ആവട്ടെ. എന്ന് പറയും മോനെ. കൊച്ചു പറഞ്ഞേ അയാമെന്ന് പറഞ്ഞേ. അഭിനവ്. ഓക്കെ അബി, അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ നന്നായിട്ടൊന്ന് പറഞ്ഞു പഠിച്ചിട്ട് വരണം കേട്ടോ മോനെ. ഇത്രേ പറയാനുള്ളൂ. ഇത് എല്ലാവരും പറയുന്നത് കണ്ടില്ലേ? ഇനി ഒരാളെ കൊണ്ടുകൂടെ നമുക്ക് പറയിക്കാം അല്ലേ? റഫാൻ, മുഹമ്മദ് റഫാൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മോനെ. അഭിനവ് ഇത് ലിസൺ ചെയ്യണം കേട്ടോ മോനെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ പറയാൻ പഠിക്കണം. ഓക്കെ, മുഹമ്മദ് റഫാൻ, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അഭിനവ്. റഫാൻ. Okay. 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 റഫാൻ പറഞ്ഞതില് റേഞ്ചിന്റെ എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല അല്ലേ? എന്നാലും നമുക്ക് മനസ്സിലായി. ഇനി ആരാണ്? ഫാത്തിമ മെഹ്റിൻ, നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത മോളെ. I am Fatima Mehrin. Okay. 5 years old. Okay. I go to Toilet School. I live in Patuam. Okay, very good. കേട്ടോ അഭിനവ്? ഇതുപോലെയാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ലിസൺ, മോനിന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് ഇതുപോലെ പറയണം കേട്ടോ. ഓക്കെ, 2-3 ക്ലാസ് കഴിയുമ്പോ എന്താകും? അഭിനവ് നന്നായിട്ട് പറയാൻ പഠിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് അല്ലേ? സാരമില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, എല്ലാ ക്ലാസ്സിലും എന്ത് ചെയ്യണം? എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. അപ്പൊ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ആദ്യം നമ്മള് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചത് അല്ലേ? ഇത് മുഴുവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് വേറൊരു ബുക്ക് കൂടെ ഉണ്ടല്ലേ? 2 ബുക്കാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ? രണ്ടാമത്തെ ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? ഏതെങ്കിലും സബ്ജക്റ്റ് രണ്ടാമത്തെ ബുക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ? നോ? ഓക്കെ നോ.
ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യമുള്ളത് എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ? എബൌട്ട് മീ അത് നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഐ ആം എന്താണ്? ഇപ്പോ അഭിനവ് പറയാണെന്ന് നമ്മൾ വിചാരിക്കുക അല്ലേ? ഐ ആം അഭിനവ് എസ് ജേക്കബ്. അഭിനവ് അങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം അഭിനവ് എസ് ജേക്കബ്. ഐ ആം 4 അല്ലെങ്കിൽ എത്രയാണോ വയസ്സ്, 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5. ഐ ആം 5 years old and I go to True Light School. Okay, I am go to True Light School. I live in Pulingam അല്ലേ? അങ്ങനെ നമ്മുടെ നെയിം, നമ്മുടെ ഏജ്, നമ്മുടെ സ്കൂളിന്റെ നെയിം ആൻഡ് അവർ പ്ലേസ്, where are you coming from അല്ലേ? എവിടെ നിന്നാണ് നമ്മൾ വരുന്നത്? ഇതൊക്കെയാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ ബോഡി പാർട്സ് ആണല്ലേ പഠിച്ചത്. അവർ ബോഡി പാർട്സ് അല്ലേ? നെക്സ്റ്റ് പേജിൽ. ഓക്കെ, സിയ ഫാത്തിമ മോളെ നന്നായിട്ടൊന്ന് എല്ലാ ബോഡി പാർട്സും കാണിച്ചു കൊടുത്തേ മോളെ, നന്നായിട്ട്. അഭിനവ് ശ്രദ്ധിക്കണേ മോനെ, ഇത് സിയ പറയുന്നത് ശ്രദ്ധിക്കുക, പിന്നെ എന്ത് ചെയ്യാ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. അങ്ങനെ ഓരോ ബോഡി പാർട്സിന്റെയും പേര് ഒന്ന് പഠിക്കുക കേട്ടോ മോനെ. വീട്ടിൽ നിന്ന് മോന്റെ അമ്മ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, തൽക്കാലം ഒന്ന് പെട്ടെന്ന് മോൻ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അമ്മ പറയുമ്പോ ശ്രദ്ധിച്ചിരുന്നാ മതി. ഓക്കെ, സിയ പറയാൻ പോകുന്നുണ്ട്. സിയ ഓക്കെ പറഞ്ഞ മോളെ. സിയ head, eyes, nose, mouth, teeth, ear, neck, stomach, hands, finger, okay, leg and foot അല്ലേ? Okay, okay, these are our body parts. Okay, listen. First one head ആണ്. എന്താണ് head? അഭിനവ് മോനെ നോക്ക്. First one is head. Okay, head എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ തലയാണ് അല്ലേ? അഭിനവ്, where's your head? Show me your head. Touch your head. Okay, everybody എല്ലാവരും ഒന്ന് head touch ചെയ്ത് കാണിച്ചേ. Head എല്ലാവരും. Okay, head and eye. Eye, show me your eye. Eye, eye, eye jo, eye. Okay, okay, and then ear, ear, which is your ear? Show me your ear. Okay, ചെവിയാണ് അല്ലേ ear എന്ന് വെച്ചാല്. Then mouth, open your mouth. Open your mouth. Open. Okay, okay, that's your mouth. Okay, then neck. Neck, neck എന്താണ്? neck. അഭിനവ് ഇങ്ങോട്ട് ശ്രദ്ധിക്കും മോനെ. neck എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കഴുത്താണ് അല്ലേ? that's your neck. Okay, then stomach. stomach എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വയറാണ് അല്ലേ? വയറിനെയാണ് stomach എന്ന് പറയാ. Okay, then hand. Raise your hands. Show me your both hands. ഏതാണ് നിങ്ങളുടെ കൈകൾ? നിതാഷ എന്താണ് മോളെ? എവിടെയാണ് കൈകൾ? Okay, okay, then fingers. fingers അല്ലേ? നമ്മുടെ കയ്യിലാണ് നമ്മുടെ fingers ഉള്ളത്. this are fingers. Okay, then leg അല്ലേ? leg എന്ന് വെച്ചാല് നമ്മുടെ കാല് അല്ലേ? നമ്മള് using legs for walk അല്ലേ? നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടാണ് കാലുകൾ യൂസ് ചെയ്യുക. and our legs and foot അല്ലേ? കാലുമുണ്ട്, കാലിനൊരു ഫൂട്ടും ഉണ്ട് അല്ലേ? ഫൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? കാലിന്റെ പാദം അല്ലേ? കൈ എന്താണ്? കൈക്ക് ഇങ്ങനെ ഇതുണ്ട് അല്ലേ? കൈ ഉണ്ട്, അതുപോലെ കാലുകളിൽ എന്താണ്? കാലിന്റെ പാദമുണ്ട് അല്ലേ? that is known as foot. Okay, this is our
ബോഡി പാർട്സ് അല്ലേ. പിന്നെ നമ്മള് കീപ്പിംഗ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത് അല്ലേ. എന്താണ് കീപ്പിംഗ് ക്ലീൻ എന്ന് വെച്ചാല് നമ്മള് എപ്പോഴും എന്ത് ചെയ്യണം, ക്ലീൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കൂ അല്ലേ. അതിനാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി പറയുന്നത് അല്ലേ. അപ്പൊ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം മോളെ അൻവിത? അൺമ്യൂട്ട് ചെയ്തേ അൻവിത. Okay. Okay, Abhinav, listen. Okay. Okay, very good. അപ്പോ അൻവിത പറഞ്ഞത് എന്തൊക്കെയാണ്? എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അഭിനവ്? എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് അവർ teeth. Okay, brush our teeth. Show me how to brush your teeth. Show me how to brush. എങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യാ രാവിലെ? അഭിനവ്, show me how to brush. മോനെ listen. എങ്ങനെയാ നമ്മൾ ബ്രഷ് ചെയ്യാ? എല്ലാവരും കാണിക്കുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യാ അല്ലേ. എപ്പോഴും നന്നായി ബ്രഷ് ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ടീത്ത് ഒക്കെ നന്നായിരിക്കുള്ളൂ അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് അവർ ടീത്ത് ട്വൈസ് ഇൻ എ ഡേ അല്ലേ. ഒരു ദിവസം 2 തവണ നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം. വി മസ്റ്റ് ബ്രഷ് അവർ ടീത്ത് ട്വൈസ് ഇൻ എ ഡേ അല്ലേ. നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ട്വൈസ് ഇൻ എ ഡേ ബ്രഷ് ചെയ്യാറുണ്ട് കേട്ടോ അഭിനവ്. അഭിനവും എന്ത് ചെയ്യണം? ഒരു ദിവസം 2 തവണ ബ്രഷ് ചെയ്യണം അല്ലേ. രാവിലെ എഴുന്നേറ്റ ഉടനെ, പിന്നെയോ രാത്രിയില് ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പേയും നമ്മൾ 2 തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ടീത്ത് ഏറ്റവും നന്നായിട്ട് ഇരിക്കൂ. ഓക്കെ, then wash our hands. Show me how to wash our hands. എങ്ങനെയാണ് നമ്മൾ കൈകൾ കഴുകുക? Show me how to wash. ഓക്കെ, നോക്കാം മോനെ അഭിനവ്, എല്ലാവരും കാണിക്കുന്നുണ്ട്. റഫാൻ, what are you doing there റഫാൻ? How to wash your hands? Show me how to wash. Okay, okay, just like that. Okay, അങ്ങനെയാണ് നമ്മൾ കൈകൾ വാഷ് ചെയ്യുക. Then bath. Okay, നമ്മൾ എപ്പോഴും കൈകൾ വാഷ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ആഫ്റ്റർ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് അല്ലേ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പേയും ഫുഡ് കഴിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം. ഓക്കെ, വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് അല്ലേ. എപ്പോഴും ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ഫുഡ് കഴിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം അല്ലേ. എസ്പെഷ്യലി ദിസ് ഇസ് ഇൻ കൊറോണ ടൈം അല്ലേ. വി ഓൾ ആർ ഇൻ കൊറോണ പാൻഡമിക് അല്ലേ. കൊറോണ എന്ന് പറഞ്ഞൊരു അസുഖമാണ് ഇപ്പൊ എല്ലായിടത്തും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം? നോട്ട് ഓൺലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് അല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും മാത്രമല്ല, ഇടയ്ക്കിടെ എന്ത് ചെയ്യണം? വിത്ത് യൂസിങ് സോപ്പ് ഓർ ഹാൻഡ് വാഷ് അല്ലേ. ഹാൻഡ് വാഷോ സോപ്പോ യൂസ് ചെയ്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈകൾ വാഷ് ചെയ്തോണ്ടേ ഇരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ക്ലീൻ ആയിരിക്കുള്ളൂ. നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പോയി തൊട്ട് പിടിച്ച് കയ്യിലൊന്നും ആക്കാതെ എന്ത് ചെയ്യണം? എപ്പോഴും നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം. വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ് ഫോർ കീപ്പിംഗ് ക്ലീൻ. ഓക്കെ, നന്നായിരിക്കാൻ വേണ്ടി, നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്യണം ഡെയിലി. എപ്പോഴാണ്? ട്വൈസ് ഇൻ എ ഡേ, മോർണിംഗ് ആൻഡ് നൈറ്റിൽ അല്ലേ. രാവിലെയും രാത്രിയിലും നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ദെൻ വാഷ് അവർ ഹാൻഡ്സ് അല്ലേ. കൈകൾ എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്യണം. ബാത്ത് എവറി ഡേ അല്ലേ. തേർഡ് വൺ എന്താണ്? ബാത്ത് എവറി ഡേ. ബാത്ത് എവറി ഡേ എന്ന് വെച്ചാൽ എന്താണ്? ആരാ പറയാ? ഷഹൽ. ഷഹൽ, അടിപൊളി ബനിയനാണ്, നല്ല ഭംഗിയുണ്ട്, മതി ട്ടോ. ഇങ്ങോട്ട് നോക്കേ. ഓക്കെ, ഷഹൽ, ബാത്ത് എവറി ഡേ എന്ന് വെച്ചാൽ നോക്ക്, ലിസൺ. ബാത്ത് എവറി ഡേ എന്ന് വെച്ചാൽ എന്താണ് ഷഹൽ? ബാത്ത് എവറി ഡേ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ദിവസവും കുളിക്കണം. ഓക്കെ, വെരി ഗുഡ്. എല്ലാ ദിവസവും കുളിക്കണം അല്ലേ. കേട്ടോ അഭിനവ്? ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. എല്ലാ ദിവസവും. ഹൈജോ, വാട്ട് ആർ യു ഡൂയിങ് ദെയർ? ഹൈജോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം?
എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം അല്ലേ? മസ്റ്റ് ബ്രഷ് അവർ ടീത്ത്, വാഷ് അവർ ഹാൻഡ്സ് ആൻഡ് ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് കുളിക്കണം. ഓക്കെ. ദെൻ ട്രിം അവർ നൈൽസ്. ട്രിം അവർ നൈൽസ്. എന്താണ് ഐവിൻ? ഐവിൻ അൺമ്യൂട്ട് ചെയ്ത മോനെ. ഐവിൻ ജോസഫ്. ഓക്കെ. എല്ലാ ദിവസവും നഖം വെട്ടണം അല്ലേ? എല്ലാ ദിവസവും വെട്ടാൻ നഖം ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? നമ്മള് കറക്റ്റ് ആയിട്ട് നഖം വെട്ടണം അല്ലേ? നഖം വളരാൻ സമ്മതിക്കാൻ പാടില്ല അല്ലേ? ദിവസം വെട്ടാൻ നമുക്ക് നഖം ഉണ്ടാവോ? ഇല്ല അല്ലേ? ഇന്ന് വെട്ടിയാല് നാളേക്ക് നഖം വരുവോ? നമ്മള് ദിവസം വെട്ടണ്ട. നഖം വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് നൈല് കട്ട് ചെയ്യണം. ഓക്കെ. മുടങ്ങാതെ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം? നൈല് കട്ട് ചെയ്യണം. ഓക്കെ. കട്ട് അവർ നൈൽസ്, ട്രിം അവർ നൈൽസ് അല്ലേ? അങ്ങനെ നമ്മള് നൈല് ട്രിം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈജോ അൺമ്യൂട്ട് ചെയ്തേ. ഹൈജോ. ഓക്കെ. ഓക്കെ. ഏബൽസിൻഡോ. ഹൈജോ പറയൂ മോനെ. എപ്പോഴും നഖം വെട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ലിസൺ. എന്താ പറ്റുക? എപ്പോഴും നമ്മൾ നൈല് റെഗുലർ ആയി കട്ട് ചെയ്തില്ലെങ്കിൽ? ഓക്കെ. ഓക്കെ. ഏബൽസിൻഡോ പറയൂ മോനെ. ഏബൽസിൻഡോ. എപ്പോഴും നമ്മള് നൈല് എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് കട്ട് ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക നഖത്തിന്റെ? I can't hear you മോനെ. ഓക്കെ. ഓക്കെ. പറഞ്ഞോ മോനെ. ഓക്കെ. ഓക്കെ. എന്താണ് പറഞ്ഞത്? നഖത്തിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ നഖം വെട്ടാതെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ എന്ത് പറ്റും? നമ്മുടെ കയ്യിലുള്ള എന്താണ് അണുക്കളൊക്കെ നമ്മുടെ വയറ്റിന്റെ അകത്ത് പോവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അസുഖം വരും അല്ലേ? ബിക്കോസ് നമ്മള് എപ്പോഴും റെഗുലർ ആയിട്ട് നൈലൊക്കെ ട്രിം ചെയ്യണം. ഓക്കെ. ദെൻ comb our hair. Okay, comb our hair. ഇഷാനി അൺമ്യൂട്ട് ചെയ്ത മോളെ. ഇഷാനി അൺമ്യൂട്ട് ചെയ്യ മോളെ. ഇഷാനി. ഓക്കെ. comb our hair എന്ന് വെച്ചാൽ എന്താണ് മോളെ? comb our hair. വെരി ഗുഡ്. മുടി ചീകണം അല്ലേ? എപ്പോഴും മുടി ചീകി നന്നായിട്ട് ഇരിക്കണം അല്ലേ? അതിനാണ് comb our hair എന്ന് പറയാ അല്ലേ? This is also a good habit, okay, for helping us to clean. Okay. Then wear clean clothes അല്ലേ? Wear clean clothes. Okay. Wear clean clothes. ഉമർ അൺമ്യൂട്ട് ചെയ്ത മോനെ. ഉമർ. ഓക്കെ. wear clean clothes എന്ന് വെച്ചാൽ എന്താണ് ഉമർ? wear clean clothes എന്താണ് മോനെ? നല്ല ഡ്രസ് ഇടണം അല്ലേ? നല്ല ഡ്രസ് ഇടണം എന്ന് വെച്ചാൽ എന്താണ്? നല്ല പുതിയ ഡ്രസ് എപ്പോഴും ഇടണം എന്നാണോ? അല്ല, നല്ല വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുള്ള ഡ്രസ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അഴുക്ക് പിടിച്ച ഡ്രസ് ഒന്നും നമ്മൾ ഇടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നല്ല നീറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? ചെളിയും മണ്ണും ഒക്കെ ഉള്ള വാഷ് ചെയ്യാത്ത ഡ്രസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ നല്ല ഡ്രസ് ഇടണം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നല്ല പുതിയ ഡ്രസ് ഇടണം എന്നല്ല മീനിങ്. നമ്മൾ എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി ഇട്ടുള്ള ഡ്രസ് മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ ഫാമിലിനെ കുറിച്ച് പഠിച്ചു അല്ലേ? നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ ഉള്ളത് അതിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറയാൻ പഠിച്ചത് അല്ലേ? ഓക്കെ. നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ നമ്മൾ അവരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാരന്റ്സിന്റെ പാരന്റ്സ് ഉണ്ടാവും അല്ലെ നമ്മുടെ കൂടെ. അതായത് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്. നമ്മുടെ പാരന്റ്സിന്റെ ഫാദറും മദറും ആണ് നമ്മുടെ എന്ത്? ഗ്രാൻഡ് പാരന്റ്സ്. ഓക്കെ. നമ്മുടെ പാരന്റ്സിന്റെ ഫാദറും മദറും ആണ് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്. ഓക്കെ. അപ്പൊ നമ്മുടെ വീട്ടില് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും അല്ലെ? നമ്മുടെ അച്ഛന്റെയോ അമ്മയോ അച്ഛനോ ഒക്കെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും അല്ലേ?
ഓക്കെ, അവരെയാണ് ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയാം. ഗ്രാൻഡ് മദർ ഓർ ഗ്രാൻഡ് ഫാദർ, പിന്നെ മദർ ഓർ ഫാദർ അല്ലേ, മദറും ഫാദറും ഉണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും, ആന്റിയും അങ്കിളും ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവും, കസിൻസ് അല്ലേ. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ കുറെ പേരുണ്ടാവും അല്ലേ, അവരൊക്കെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലേ. ഒരു ഫാമിലിയിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് താമസിക്കുക അല്ലേ ഒരു ഫാമിലിയിലുള്ളവര്. ഓക്കെ, ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്താണ്, പരസ്പരം സ്നേഹിച്ചിട്ടാണ് അവര് ഒരു ഫാമിലിയിൽ ഉണ്ടാവുക അല്ലേ. അപ്പൊ ഒരു ഫാമിലിയിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മദർ, ഫാദർ, സിസ്റ്റർ, ബ്രദർ, ആൻഡ് അങ്കിൾ ആൻഡ് കസിൻസ്, അങ്ങനെ കുറെ പേരുണ്ടാവും അല്ലേ നമ്മുടെ ഫാമിലിയിൽ. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ്, മൈ ഹൗസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മൈ ഹൗസ്, മൈ ഹൗസ് എന്ന് വെച്ചാൽ എന്താണ്, മൈ ഹൗസ് എന്താണ് നിറ്റാഷ, മൈ ഹൗസ്? അൺമ്യൂട്ട് ചെയ്ത് മോളെ. നിറ്റാഷ അൺമ്യൂട്ട് ചെയ്യും മോളെ. ഓക്കെ, പറയും മോളെ, വാട്ട് ഡു യു മീൻ ബൈ മൈ ഹൗസ്? മൈ ഹൗസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഹൗസ്? വാട്ട്സ് ദ മീനിങ് ഓഫ് ഹൗസ്? Natasha, can you hear me? I think there is some network problem. Okay, പറയൂ മോളെ നിറ്റാഷ, what do you mean by house? വീട് അല്ലേ. ഓക്കെ, റൈറ്റ്. ഹൗസ് എന്ന് വെച്ചാൽ എന്താണ്, വീടാണല്ലേ. മൈ ഹൗസ്, മൈ ഹോം. ഓക്കെ, ഹൗസ് എന്ന് വെച്ചാൽ നമ്മുടെ വീടാണ് അല്ലേ. വി ആർ ലിവിങ് വിത്ത് അവർ ഫാമിലി അല്ലേ. നമ്മള് നമ്മുടെ ഫാമിലിയുടെ കൂടെ, നമ്മുടെ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെ നമ്മള് നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന പ്ലേസ് ആണ് നമ്മുടെ വീട്. നമ്മള് എന്താണ്, എല്ലാവരും വീട്ടിലാണ് താമസിക്കുക അല്ലേ. നമ്മളെല്ലാവരും ലിവിങ് ഇൻ എ ഹൗസ് അല്ലേ. നമ്മളെല്ലാവരും എവിടെയാണ് താമസിക്കുക, ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ. അതാണ് നമ്മുടെ ഹൗസ്, ദ പ്ലേസ് വി ലിവ് ഇൻ. ഓക്കെ, ആ പ്ലേസ്, നമ്മൾ താമസിക്കുന്ന പ്ലേസ് അല്ലേ. ഇപ്പൊ എല്ലാവരും വീട്ടിലുള്ള ഇല്ലത്, എല്ലാവരും എന്താണ്, അവരവരുടെ വീട്ടിലാണുള്ളത്. ആദിശ്രീ ആൻഡ് നിറ്റാഷ രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, ഓക്കെ, ആദിശ്രീ വീഡിയോ ഓഫ് ചെയ്തിട്ട് എന്താണ് പരിപാടി? ഓക്കെ, വീഡിയോ ഓഫ് ചെയ്യരുത്. ഓക്കെ, ഓക്കെ, ഹൈജോ, യു ഓൾസോ, ഹൈജോ പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വീട്ടിലാണ് എല്ലാവരും താമസിക്കുന്നത് അല്ലേ. എല്ലാവരും വീട്ടിലാണല്ലേ താമസിക്കുക അല്ലേ? ആണോ? ആണെങ്കിൽ ഇങ്ങനെ കാണിച്ച്, എല്ലാവരും വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ. ഓക്കെ, ഓക്കെ, ഹൈൽജോ വീട്ടിലെല്ലാം തോന്നുന്നു, അവൻ കാണിച്ചില്ല ഒന്നും. ആ, ഓക്കെ, പിന്നെ ആരാണ്? ഓക്കെ, അപ്പോ നമ്മൾ എന്താണ്, പക്ഷികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, മരത്തിന്റെ മുകളിലൊക്കെ കൂടൊക്കെ ഉണ്ടാക്കി താമസിക്കും. എലികളും വലിയ ലയൺ, ടൈഗർ അങ്ങനത്തെ ആനിമൽസ് ഒക്കെ എന്ത് ചെയ്യും, വലിയ വലിയ ഗുഹയിലാണ് താമസിക്കുക. നമ്മുടെ എലിയും എന്താണ്, എലി, അണ്ണാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെയാ താമസിക്കുക, മരത്തിന്റെ അടിയിലുള്ള പൊത്തില് അങ്ങനെയൊക്കെ ആണല്ലേ താമസിക്കുക അല്ലേ. നമ്മളൊക്കെ എന്താണ്, പക്ഷികളെ പോലെ മരത്തിന്റെ മുകളിൽ കൂട് വെച്ച് താമസിക്കാത്തത്? അങ്ങനെയാണോ നമ്മൾ താമസിക്കുക? ആരെങ്കിലും ഉണ്ടോ മരത്തിന്റെ മുകളിൽ കൂടുണ്ടാക്കി താമസിക്കുന്നവര് നമ്മുടെ ക്ലാസ്സില്? ഹൈജോ ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് അല്ലേ. ഹൈജോ, അവൻ അങ്ങനെയാണ് താമസിക്കുക അല്ലേ? നോ? ആ, ഓക്കെ, അങ്ങനെയാണ് എന്താണ്, നമ്മളൊക്കെ വീടിലാണ് താമസിക്കുക അല്ലേ. അല്ലാതെ പക്ഷികളെയും എന്താണ്, പക്ഷികളെയും പൂമ്പാറ്റകളൊക്കെ പോലെ വേറെ വേറെ കുഞ്ഞു കൂടൊന്നും ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ താമസിക്കുക. നമ്മുടെ പേരൻസിന്റെ കൂടെ നമ്മൾ നമ്മുടെ വീട്ടിലാണ് താമസിക്കുക അല്ലേ. അപ്പോ ദ പ്ലേസ് വി ലിവ് ഇൻ വിത്ത് അവർ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഓർ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലേ, അതിനെയാണ് നമ്മുടെ ഹൗസ് എന്ന് പറയാ. ദാറ്റ്സ് അവർ ഹൗസ്. ഓക്കെ, there are many rooms in a house അല്ലേ. ഒരു വീട്ടിൽ എന്തുണ്ടാവും, ഒരുപാട് മുറികൾ ഉണ്ടാവും അല്ലേ. ഒരുപാട് മുറികൾ ഒരു വീട്ടിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, here look at your textbook. ടെക്സ്റ്റ് ബുക്കിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, റോണിന്റെ വീട് കൊടുത്തിട്ടുണ്ട് അല്ലെ. പേജ് നമ്പർ 68, പേജ് നമ്പർ 68 നോക്കുക. അവിടെ എന്തുണ്ട്,
that is Ronnie's house അല്ലേ? Ronnie is a boy just like എന്താണ് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിനെ പോലുള്ള ഒരു ബോയ് ആണ് റോണി. അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? റോണിന്റെ വീട് കൊടുത്തിട്ടുണ്ട് അല്ലേ? That is the house of Ronnie. Okay, look at that picture. There are many rooms in his house അല്ലേ? റോണിയുടെ വീട് എന്താണ്? ഒരു വലിയ വീടാണ് അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. That's a big house. Okay, Ronnie is very rich. Okay, റോണി എന്താണ്? ഭയങ്കര റിച്ച് ആണ് അല്ലേ? റോണിക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട് എന്ന് തോന്നുന്നു. വലിയ വീട് വെച്ചിട്ടുണ്ട് റോണി. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ്? വലിയ വീടുണ്ടാകാം, ചെറിയ വീടുണ്ടാകാം, റെന്റിന് താമസിക്കാം അല്ലേ? നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ടൈപ്പിലാണ് താമസിക്കുക അല്ലേ? കുറെ പേർക്ക് വലിയ വീടായിരിക്കാം, കുറെ പേർക്ക് ചെറിയ വീടായിരിക്കാം, ഇല്ലെങ്കിൽ വാടക വീടായിരിക്കാം അല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ എന്താണ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീടായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ താമസിക്കുക അല്ലേ? അപ്പോ എന്താണ്, ഇനി എങ്ങനെ താമസിച്ചാലും എന്ത്, നമുക്ക് എല്ലാവർക്കും ഓരോ വീട് ഉണ്ടല്ലേ? നമ്മൾ വീട്ടിലാണ് താമസിക്കുക. ആ വീടിന് എന്തുണ്ടാവും? There are many rooms അല്ലേ? ഒരുപാട് മുറികൾ ഉണ്ടാകാം വീടിന് അല്ലേ? എന്തായാലും ഒരു സിറ്റ് ഔട്ട്, സെൻട്രൽ ഹാൾ, കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം, ഡൈനിങ് റൂം, അങ്ങനെ എന്തൊക്കെ റൂം ഉണ്ടാവും അല്ലേ നമ്മുടെ വീടിന്? അങ്ങനെ many rooms ഉണ്ട്. different types of rooms are there in our house. Okay, നമ്മുടെ ഹൗസിന് അങ്ങനെ different ആയിട്ടുള്ള റൂംസ് ഉണ്ട്. നമുക്ക് ഈ പിക്ചർ നോക്കാം അല്ലേ? Look at that picture. This is his house. റോണിന്റെ ഹൗസിന്റെ പിക്ചർ ആണത്. This is Ronnie's house. Okay, then this is the living room അല്ലേ? ആദിശ്രീ എന്താണ് കാണിക്കുന്നത്? ആദിശ്രീ നന്നായിട്ടൊരു ഹൗസിന്റെ പടം വരച്ചിട്ടുണ്ട്. വെരി ഗുഡ് ആദിശ്രീ, വെരി ഗുഡ്. ആദിശ്രീ നന്നായിട്ട് ആദിശ്രീ ഹൗസിന്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ തന്നിട്ടുള്ളത് റോണിന്റെ ഹൗസ് ആണ്. ആൻഡ് റോണിന്റെ ഹൗസിൽ ദിസ് ഇസ് ദ ലിവിംഗ് റൂം. റോണിന്റെ ഹൗസിൽ എന്തുണ്ട്? ഒരു ലിവിംഗ് റൂം ഉണ്ടല്ലേ? ദെൻ ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, അങ്ങനെ ഇത്രയും മുറികളാണ് ആരുടെ വീട്ടിലുള്ളത്? റോണിന്റെ വീട്ടിലുള്ളത് അല്ലേ? ലിവിംഗ് റൂം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നിട്ട് എന്താണ്, നമ്മൾ ഇരുന്ന് TV കാണും, നമ്മുടെ സോഫയും ചെയറും ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ റൂമിനെയാണ് നമ്മൾ ലിവിംഗ് റൂം എന്ന് പറയാ അല്ലേ? നമ്മുടെ ഫസ്റ്റ് റൂം. ഓക്കെ, അതായത് നമ്മൾ ഇരുന്ന് TV കാണും ഒക്കെ ചെയ്യുന്ന റൂമാണ് ലിവിംഗ് റൂം. നെക്സ്റ്റ് വൺ ബെഡ്റൂം അല്ലേ? ബെഡ്റൂം എന്താ ചെയ്യാ? നമ്മൾ കിടന്നുറങ്ങുന്ന പ്ലേസ് ആണ് അല്ലേ? പ്ലേസ് വി സ്ലിപ്റ്റ് അല്ലേ? നമ്മൾ ഉറങ്ങുന്ന സ്ഥലമാണ് എന്താണ് നമ്മളെ ബെഡ്റൂം. കിച്ചൺ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? കിച്ചണിലാണ് നമ്മൾ ഫുഡൊക്കെ പാകം ചെയ്യുക, കുക്ക് ചെയ്ത് റെഡിയാക്കുന്നത് കിച്ചണിലാണ്. ബാത്റൂം അല്ലേ? ബാത്റൂം എന്താണ്? നമ്മൾ കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്ലേസ് ആണ് ബാത്റൂം. ഓക്കെ, നമ്മൾ കുളിക്കുന്ന പ്ലേസ് ആണ് അല്ലേ ബാത്റൂം. ഓക്കെ, ദിസ് ഇസ് റോണീസ് ഹൗസ് അല്ലേ? ഇതൊക്കെയാണ് റോണിയുടെ ഹൗസിന്റെ മുറികൾ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടൈം ഇതാ കഴിയാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം എല്ലാവരും? നമ്മൾ ഇതുവരെ എടുത്തത് മുഴുവൻ നന്നായിട്ട് ഒന്ന് നോക്കണം കേട്ടോ. പിക്ചർ എല്ലാം ഒന്ന് നന്നായി നോക്കണം. ഏതൊക്കെയാണ് ഹൗസ്, ആരൊക്കെയാണ് ഹൗസിലുള്ളത് ഒക്കെ, നമ്മുടെ ഫാമിലിനെ കുറിച്ച് സെൽഫ് ഇൻട്രൊഡ്യൂസ്. ആദിശ്രീ, വെരി ഗുഡ് ആദിശ്രീ, നന്നായിട്ടുണ്ട് കേട്ടോ. ആദിശ്രീ നന്നായിട്ട് ഹൗസ് വരച്ചിട്ടുണ്ട്. പിന്നെ എന്തുണ്ട് ആദിശ്രീ? പുഴയാണോ? പുഴ, മരം, എന്തൊക്കെയോ ഉണ്ടല്ലോ ആദിശ്രീ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ലിസൺ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കണം. പിന്നെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ? ബോഡി പാർട്സ് പഠിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ അഭിനവ് മോനെ നന്നായിട്ട് വീട്ടിൽ നിന്ന് ഒന്ന് നോക്കണം കേട്ടോ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇന്ന് ഉച്ചശേഷം ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പൊ അഭിനവ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നന്നായിട്ട് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. ഓക്കെ ഓക്കെ, എന്നാ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. നല്ലൊന്നല്ല.